നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ MLAയും റവന്യൂ മന്ത്രിയുമായ കെ രാജനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. കൊക്കക്കോളയ്ക്കെതിരെ സമരം ചെയ്തവർ സംസ്ഥാനത്ത് മദ്യനിർമ്മാണശാല ഉണ്ടാക്കാൻ നേതൃത്വം നൽകുന്നുവെന്ന് VK ശ്രീകണ്ഠൻ MP. ആന എഴുന്നള്ളിപ്പ് വിഷയത്തിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കുള്ള സ്റ്റേ നീക്കാതെ സുപ്രീം കോടതി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോടുള്ള LDF സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഉപവാസ സമരം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ MLAയും റവന്യൂ മന്ത്രിയുമായ കെ രാജനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. പൂച്ചട്ടി സെന്ററിൽ DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അൽജോ ചാണ്ടി അധ്യക്ഷനായി. നിർമ്മാണം പൂർത്തിയാക്കിയ നടത്തറ പഞ്ചായത്തിലെ ശ്രീധരി പാലത്തിലേക്ക് അപ്രോച്ച് റോഡ് നിർമ്മിക്കുക, മലയോര പ്രദേശത്തെ വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണുക, മലയോര കർഷകർക്ക് നേരത്തെ നൽകിയിരുന്ന കൈവശാവകാശ രേഖ വിതരണം നിർത്തിവെക്കുകയും പട്ടയം അനുവദിക്കാതിരിക്കുകയും ചെയ്തതോടെ കർഷകർക്ക് ബാങ്ക് വായ്പ ഉൾപ്പെടെ കിട്ടാത്ത സാഹചര്യമാണെന്നും ഇതിന് അടിയന്തര പരിഹാരം കാണുക, കഴിഞ്ഞ വർഷം ഉദ്യോഗസ്ഥർ സൃഷ്ടിച്ച പ്രളയത്തിന് നഷ്ടപരിഹാരം നൽകുക, മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കുക, സുവോളജിക്കൽ പാർക്കിലെ പാർട്ടി നിയമനങ്ങൾ അവസാനിപ്പിച്ച് എല്ലാവർക്കും അവസരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ TM രാജീവ്, EM ഉമ്മർ, ഗോപാലകൃഷ്ണൻ, ഹരീഷ് മോഹൻ, C പ്രമോദ് എന്നിവർ സംസാരിച്ചു. സമസ്ത മേഖലകളിലും തികഞ്ഞ പരാജയമായ രണ്ട് സർക്കാരുകൾ ഈ രാജ്യത്തെ ജനങ്ങളെ പട്ടിണിയിലേക്കും പരിവട്ടത്തിലേക്കും പ്രതിസന്ധിയിലേക്കും തള്ളിവിടുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിരോധവുമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുന്നോട്ട് വരുന്നത്. ഈ രാജ്യത്ത് കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ കേരളത്തിൽ എന്ത് വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്, എന്ത് പ്രവർത്തനമാണ് ഈ രാജ്യത്ത് മുന്നോട്ട് വരുന്നത്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തൊഴിലില്ല, അതുപോലെ തന്നെ സമസ്ത മേഖലകളിലും മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് ഇപ്പോൾ 3ാം പ്രാവശ്യത്തെ പ്രളയം ഇവിടെ ഉണ്ടായത്. ആ പ്രളയം ഉണ്ടായപ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ഈ ഒല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭൂമിയാണ് പീച്ചി ഡാം. ആ പീച്ചി ഡാമിലെ വെള്ളം തുറന്നുവിടാതെ, പ്രിയ MLA രാജന്റെ അറിയിപ്പ് കിട്ടാതെ, അത് തുറന്നുവിടാൻ കഴിയാതെ നിൽക്കുന്ന ഒരു കാഴ്ചയിൽ അദ്ദേഹം വയനാടിന്റെ CPIയുടെ ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹത്തിന് ചാർജ് വഹിക്കുമ്പോൾ, അവിടുത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയാതെ ഇവിടെ ഈ ഡാമിൽ വെള്ളം ഒരുപാട് കൂടുകയും അത് ഒരുമിച്ച് തുറന്നു വിട്ടുകൊണ്ട് വളരെ വ്യക്തമായും ശക്തമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഈ പ്രദേശത്തെ മാടക്കത്തറയിലും പാണഞ്ചേരിയിലും അതുപോലെ തന്നെ നടത്തറയിലും പുത്തൂരിലും ഉൾപ്പെടുന്ന അളകപ്പനഗർ ഉൾപ്പെടുന്ന വരന്തരപ്പള്ളി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായപ്പോൾ ആ നഷ്ടത്തിന് ഒരു ചില്ലിക്കാശ് പോലും കൊടുക്കാൻ ഈ രാജന്റെ ഗവൺമെന്റോ പിണറായി വിജയനോ തയ്യാറായില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. കൊക്കക്കോളയ്ക്കെതിരെ സമരം ചെയ്തവർ മദ്യനിർമ്മാണശാലയൊരുക്കാൻ നേതൃത്വം നൽകുന്നുവെന്ന് VK ശ്രീകണ്ഠൻ. സാധാരണക്കാരായ ജനവിഭാഗത്തെ ചൂഷണം ചെയ്ത് മുന്നോട്ടു പോകുന്ന നിലപാടാണ് ഇടത് സർക്കാരിന്റേതെന്നും MP കുറ്റപ്പെടുത്തി. ഓരോ പഞ്ചായത്തിലും ഓരോ മദ്യശാല എന്നതാണ് ഇടത് സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടെന്ന് അദ്ദേഹം പരിഹസിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നതിന്റെ ഇരട്ടി മദ്യശാലകൾ ഇടത് സർക്കാർ അനുമതി നൽകി. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിക്കുക മുദ്രാവാക്യവുമായി ആശുപത്രി വികസന സമിതി അംഗവും KPCC സെക്രട്ടറിയുമായ രാജേന്ദ്രൻ അരങ്ങത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
12 വർഷമായി നടത്താത്ത HDS ഫണ്ട് ഓഡിറ്റ് നടത്തുക, HDS ഫണ്ട് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക, അനുമതിയില്ലാതെ HDS ക്യാന്റീൻ പൊളിച്ചു നീക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചത്. അഡാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ അധ്യക്ഷനായി. PG ജയദീപ്, മുൻ MLA PA മാധവൻ, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവരും സംസാരിച്ചു. സമരം നടത്തിയെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ആ കൊക്കക്കോള ഫാക്ടറി പൂട്ടാൻ മുമ്പിൽ നിന്ന ആൾക്കാരാണ്. ഇത് തുടങ്ങാനും മുമ്പിൽ നിന്നു, പൂട്ടാനും മുമ്പിൽ നിന്ന ആൾക്കാരാണ് കേരളത്തിൽ ഇടതുപക്ഷത്ത് എല്ലാവർക്കും അറിയാം. അതിന്റെ തൊട്ട പഞ്ചായത്തിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാത്ത സ്ഥലത്ത് അവിടെ ബ്രൂവറി കൊണ്ടുവരികയാണ്, ഡിസ്റ്ററി കൊണ്ടുവരികയാണ്, സ്പിരിറ്റ് ഉണ്ടാക്കുകയാണ്, ബ്രാൻഡി ഉണ്ടാക്കുക, വൈൻ ഉണ്ടാക്കുക, ബീർ ഉണ്ടാക്കുക. തുള്ളി വെള്ളം കുടിക്കാനില്ലാത്ത സ്ഥലത്താണ് ഈ മദ്യക്കമ്പനി കൊണ്ടുവരുന്നത്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് ഈ കമ്പനി പ്രശസ്തമായ കമ്പനിയാ, വലിയ മുതൽ മുടക്ക, സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഇതുപോലെ അഞ്ചാമ്പത്തി പണിയെടുക്കുന്ന ചെരുപ്പ് കഴുകുന്ന പണി എന്നാണ് ഇടതുപക്ഷം തുടങ്ങിയത് എന്ന് വ്യക്തമാക്കണം CPM-ന്റെ നേതാക്കന്മാർ. നിങ്ങൾക്കറിയാം, ഇവിടെ ഞാൻ കേട്ടത് ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ കോഫി ഹൗസിന്റെ ക്യാൻറ്റീൻ പൂട്ടിയെന്നാണ്. ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചതാരാണ്? ഇപ്പോഴത്തെ സഖാക്കൾക്ക് അറിയോ? ഈ HDS-ലും അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിക്കാർക്ക് അറിയോ? ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിന് വേണ്ടി പണ്ട് 25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം തന്നെ ഇല്ലാതായി. നോക്കുമ്പോ എന്താ, ആ ഇന്ത്യൻ കോഫി ഹൗസ് ഇവിടുന്ന് ഒഴിവാക്കി, അത് പൂട്ടി. ഇന്ത്യൻ കോഫി ഹൗസ് പൂട്ടാൻ ധൈര്യപ്പെട്ട ആൾക്കാരെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ. AK ഗോപാലൻ കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി സ്ഥാപിച്ചതാണ് ഇന്ത്യൻ കോഫി ഹൗസ് എന്നുള്ളത്. ഈ മരപ്പൊട്ടന്മാർക്ക് തലയിൽ ആള് താമസമില്ലാത്തവർക്ക് അറിയോ? അപ്പൊ ഇവര് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളും പരിപാടികളൊക്കെ മാറി. അതിന്റെ ഒരു തെളിവാണ് തൊഴിലാളികളുടെ, പാവപ്പെട്ടവരുടെ ഒരു ക്യാൻറ്റീൻ. എത്ര കുടുംബങ്ങൾ ജീവിക്കും നിങ്ങൾ ആലോചിക്കണം. മിതമായ നിരക്കിൽ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം. ഞങ്ങളതിൽ രാഷ്ട്രീയം കാണാറില്ല. ഈ തൃശ്ശൂരിലെ പലരും റൗണ്ടിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിലാണ് ഏറ്റവും കൂടുതൽ ചായ കുടിക്കാനും ദോശ കഴിക്കാനൊക്കെ പോകും അല്ലേ. നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാ. അതിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, സാധാരണക്കാരായ ആളുകളും INTUC-ക്കാരായ ആളുകളും എല്ലാ തൊഴിലാളികളും ഉണ്ട്. ആ തൊഴിലാളി വർഗ പാർട്ടി ഇവിടുത്തെ കുത്തകക്കാരന് വേണ്ടി ആ ക്യാൻറ്റീന് മാത്രം മതി എന്ന് തീരുമാനിച്ച് തൊഴിലാളികളുടെ ക്യാൻറ്റീൻ പൂട്ടിയപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇവരുടെ ചേതോവികാരം. ചിന്മയ മിഷൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിൽ കോലഴിയിലെ ചിന്മയ വിദ്യാലയത്തിൽ നിർമ്മിച്ച നഴ്സറി ബ്ലോക്ക് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ V വേണുഗോപാൽ, CA വേണുഗോപാലൻ, P രാധാകൃഷ്ണൻ, പ്രിൻസിപ്പൽ ഉഷാകുമാരി, AK പ്രവീൺ എന്നിവർ പങ്കെടുത്തു. ആന എഴുന്നള്ളിപ്പ് വിഷയത്തിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കുള്ള സ്റ്റേ നീക്കാതെ സുപ്രീം കോടതി. മാർഗനിർദ്ദേശങ്ങൾക്കുള്ള സ്റ്റേ നീക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. കേസിൽ അടിയന്തരമായി വാദം കേൾക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ശിവരാത്രി ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ തടയാനുള്ള നീക്കമാണിതെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം വാദിച്ചു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ചട്ടങ്ങൾ പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താമെന്ന് സുപ്രീം കോടതി ആവർത്തിച്ചു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ 2024 ഡിസംബറിലാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ 3 മീറ്റർ അകലം പാലിക്കണം, തീവെട്ടികളിൽ നിന്നും 5 മീറ്റർ ദൂരപരിധി വേണം, ആനകളിൽ നിന്നും 8 മീറ്റർ അകലെ മാത്രമേ ജനങ്ങളെ നിർത്താൻ പാടുള്ളൂ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി നൽകിയത്. ഇതാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പട്ടികവർഗ യുവജനങ്ങൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം എന്ന പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഓപ്പറേറ്റർ CNC ടർണിംഗ് ആൻഡ് വെർട്ടിക്കൽ മെഷീനിംഗ് സെന്റർ എന്ന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10 മാസം നീണ്ടുനിൽക്കുന്ന തൊഴിലധിഷ്ഠിത റെസിഡൻഷ്യൽ പരിശീലനത്തിൽ പങ്കെടുക്കാൻ 18 മുതൽ 23 വയസ്സുവരെ പ്രായമുള്ള SSLC-യോ അതിനു മുകളിലോ വിദ്യാഭ്യാസ യോഗ്യതയുള്ള 10 പട്ടികവർഗ യുവജനങ്ങൾക്ക് അവസരമുണ്ട്. വെള്ളക്കടലാസിൽ എഴുതിയ അപേക്ഷ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വയസ്സ്, വിലാസം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ ഫെബ്രുവരി 5 വൈകിട്ട് 5 മണിക്ക് മുൻപായി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ, മിനി സിവിൽ സ്റ്റേഷൻ, ചാലക്കുടി എന്ന വിലാസത്തിൽ അയയ്ക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0480 220 6100. രാജ്യത്തിന്റെ 76ാം റിപ്പബ്ലിക് ദിനാഘോഷം വിവിധ പരിപാടികളോടെ ജില്ലയിൽ സമുചിതമായി ആചരിക്കും. ജനുവരി 26 രാവിലെ 9:02 വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ മുഖ്യാതിഥി റവന്യൂ മന്ത്രി K. രാജൻ ദേശീയ പതാക ഉയർത്തും.
വിവിധ പ്ലാറ്റൂണുകളുടെ സെറമോണിയൽ പരേഡ് ദേശീയ പതാകയ്ക്ക് ആദരവ് പ്രകടിപ്പിക്കും. പോലീസ്, സിറ്റി, റൂറൽ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫോറസ്റ്റ്, സിവിൽ ഡിഫൻസ്, NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ എന്നിവരുടെ പ്ലാറ്റൂണുകൾ പങ്കെടുക്കും. ബാൻഡ് സെറ്റ് ദേശീയ ഗാനാലാപനത്തിനു ശേഷം മുഖ്യാതിഥി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. തുടർന്ന് ദേശഭക്തി ഗാനാലാപനവും മികച്ച പ്ലാറ്റൂണുകൾക്കുള്ള സമ്മാന വിതരണവും നടക്കും. ദേശീയ ഗാനത്തോടെ പരിപാടി സമാപിക്കും. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് സമർപ്പണം ചെയ്യുന്ന ദിനാചരണത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന തൊഴിലധിഷ്ഠിത സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 1.5 വർഷം ദൈർഘ്യമുള്ള കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റ് സഹായവുമുണ്ട്. വിശദവിവരങ്ങൾക്ക് 799-444-9314 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു.
തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോടുള്ള LDF സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ആശുപത്രി വികസന സമിതി അംഗവും KPCC സെക്രട്ടറിയുമായ രാജേന്ദ്രൻ അരങ്ങത്തിന്റെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത്. 12 വർഷമായി നടത്താത്ത HDS ഫണ്ട് ഓഡിറ്റ് നടത്തുക, അനുമതിയില്ലാതെ HDS ക്യാന്റീൻ പൊളിച്ചു നീക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക, ഒഴിവുള്ള തസ്തികകളിൽ ഡോക്ടർമാരെയും അനുബന്ധ സ്റ്റാഫിനെയും നിയമിക്കുക എന്നീ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. രോഗികൾക്ക് ദുരന്തമായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മാറിയെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. രോഗികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും പറഞ്ഞു. ഈ നിലപാട് തുടർന്നാൽ അഴിമതിക്കെതിരെ സമരങ്ങൾ ആശുപത്രിയുടെ വെളിയിൽ നടത്താതെ ഉള്ളിൽ നടത്താൻ കോൺഗ്രസ് തയ്യാറാകും. അഴിമതിക്കാരായ ഡോക്ടർമാർക്ക് ചെരിപ്പുമാലയും നല്ല ഡോക്ടർമാർക്ക് പൂമാലയും നൽകും. തൊഴിലാളി വിഭാഗത്തിന്റെ ഉന്നതിക്ക് വേണ്ടി സ്ഥാപിച്ച ഇന്ത്യൻ കോഫി ഹൌസ് ഒരു സുപ്രഭാതത്തിൽ തകർത്തിട്ട് CPM-കാരായ ആളുകൾക്ക് അറിയില്ല. AKG സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ കോഫി ഹൌസ് എന്ന സ്ഥാപനം. കേരളത്തിലെ ആരോഗ്യരംഗം കടുത്ത പ്രതിസന്ധിയിലാണ്. നല്ല ചികിത്സയും മരുന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭിക്കാത്ത അവസ്ഥ. അരിയും പഞ്ചസാരയും മണ്ണെണ്ണയും പലവ്യഞ്ജനങ്ങളും റേഷൻ കട വഴി ലഭിക്കുന്നില്ല. കേരളത്തിൽ സുലഭമായി മദ്യം വിളമ്പുന്ന കാഴ്ച. 28 ബാറുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ 860 ബാറുകളും 1000-ഓളം മദ്യവിൽപ്പന ഔട്ട്ലെറ്റുകളും വന്നു. 30 വർഷം കൊണ്ട് മദ്യോപയോഗം നിർത്തുമെന്നുള്ള മദ്യനയം അട്ടിമറിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോടുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ആശുപത്രി വികസന സമിതി അംഗം രാജേന്ദ്രൻ അരങ്ങത്തിന്റെ നേതൃത്വത്തിൽ HDS അംഗങ്ങളായ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV ബിജു, PG ജയദീപ്, PA മാധവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അറിയോ ഈ HDS-ലും അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റിക്കാർക്ക് അറിയോ? ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നിട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിന് വേണ്ടി പണ്ട് 25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം തന്നെ ഇല്ലാതായി. നോക്കുമ്പോ എന്താ, ആ ഇന്ത്യൻ കോഫി ഹൗസ് ഇവിടുന്ന് ഒഴിവാക്കി അത് പൂട്ടി. ഇന്ത്യൻ കോഫി ഹൗസ് പൂട്ടാൻ ധൈര്യപ്പെട്ട ആൾക്കാരെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ. AK ഗോപാലൻ കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി സ്ഥാപിച്ചതാണ് ഇന്ത്യൻ കോഫി ഹൗസ് എന്നുള്ളത്. ഈ മരപ്പൊട്ടന്മാർക്ക് തലയിൽ ആള് താമസമില്ലാത്തവർക്ക് അറിയോ? അപ്പൊ ഇവര് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളും പരിപാടികളൊക്കെ മാറി. അതിന്റെ ഒരു തെളിവാണ് തൊഴിലാളികളുടെ, പാവപ്പെട്ടവരുടെ ഒരു ക്യാൻറ്റീൻ. എത്ര കുടുംബങ്ങൾ ജീവിക്കും നിങ്ങൾ ആലോചിക്കണം. മിതമായ നിരക്കിൽ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം. ഞങ്ങളതിൽ രാഷ്ട്രീയം കാണാറില്ല. ഈ തൃശ്ശൂരിലെ പലരും ഗ്രൗണ്ടിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിലാണ് ഏറ്റവും കൂടുതൽ ചായ കുടിക്കാനും ദോശ കഴിക്കാനൊക്കെ പോകും അല്ലേ? നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാ. അതിന് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, സാധാരണക്കാരായ ആളുകളും INTUC-കാരായ ആളുകളും എല്ലാ തൊഴിലാളികളും ഉണ്ട്. ആ തൊഴിലാളി വർഗ പാർട്ടി ഇവിടുത്തെ കുത്തകക്കാരന് വേണ്ടി ആ ക്യാൻറ്റീന് മാത്രം മതി എന്ന് തീരുമാനിച്ച് തൊഴിലാളികളുടെ ക്യാൻറ്റീൻ പൂട്ടിയപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇവരുടെ ചേതോവികാരം. ലോക്കൽ കമ്മിറ്റി തൊട്ട് ഇങ്ങനെയാണ്. പിന്നെ മന്ത്രി, അവിടെ എക്സൈസ് മന്ത്രി വൻകിട കോർപ്പറേറ്റ് കമ്പനിയെ വാനോളം പുകത്തുന്നതും വെള്ള പൂശുന്നതിലും എന്താ ഒരു അതിശയമുള്ളത്? ആ കമ്പനിയുടെ തെറ്റായ മാർഗമൊന്നും പറയുന്നില്ല മന്ത്രി. ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വൈസ് മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി സിസോദിയെയും ജയിലിനുള്ളിലാക്കിയ കമ്പനി അത് ഒരു അക്ഷരം മിണ്ടുന്നില്ല. പിണറായി വിജയൻ അറിഞ്ഞിട്ടാണോന്ന് അറിയില്ല, CPM-ന് അറിഞ്ഞിട്ടാണെന്ന് അറിയില്ല. പഞ്ചാബില് അവിടുത്തെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരുപാട് ആക്ഷേപമുണ്ട്. എന്റെ കൂടെ ലോക്സഭയിൽ ഉണ്ടായിരുന്ന ആളാ. രാവിലെ തന്നെ കൃത്യമായിട്ടല്ല എവിടെ പാർലമെന്റിലെത്തി. ജില്ലാ സമഗ്ര മാനസികാരോഗ്യ പരിപാടിയുടെ ഭാഗമായി അരണാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന പുരുഷന്മാരുടെ പകൽ വീട്ടിൽ 20 പേർ വരുന്ന അന്തേവാസികൾക്ക് 2025 ഫെബ്രുവരി 6 മുതൽ 2026 ജനുവരി 5 വരെ ദിവസവും പ്രാതൽ, ഉച്ചഭക്ഷണം, വൈകിട്ട് ചായ, സ്നാക്സ് എന്നിവ വിതരണം ചെയ്യുന്നതിന് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ ഫെബ്രുവരി 4-ന് ഉച്ചയ്ക്ക് 2-ന് മുൻപ് ലഭിക്കണം. ഫോൺ നമ്പർ 0487238591. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ നടത്തും. വെള്ളിയാഴ്ച സ്കൂൾ ഹാളിൽ നടത്തുന്ന ചടങ്ങ് മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് ഉദ്ഘാടനം ചെയ്യും. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോർജ് PS അധ്യക്ഷത വഹിക്കും. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ ഉഷ PP, റീനു തോമസ് എന്നിവരെ ഉപഹാരം നൽകി ആദരിക്കും. സ്കൂൾ മാനേജർ ഫാദർ തോമസ് കൂനൻ, ഹെഡ്മിസ്റ്റേഴ്സ് മേരി ബെനറ്റ്, PTA പ്രസിഡന്റ് ആന്റോ ചിറമൽ, പ്രിൻസിപ്പൽമാരായ ഫാദർ ഷിനോ കളപ്പുരയ്ക്കൽ, ബാബു മണിശ്ശേരി, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിതിൻ ചക്കമംഗലത്ത്,
ജനറൽ കൺവീനർ ലതീഷ OJ തുടങ്ങിയവർ സംസാരിക്കും. വിവിധ കലാപരിപാടികളും അരങ്ങേറും. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജ്വല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഏകദിന സംരംഭകത്വ ശില്പശാല സംഘടിപ്പിക്കുന്നു. അങ്കമാലിയിലുള്ള എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് സെന്ററിൽ ജനുവരി 28-നാണ് ശില്പശാല. പുതിയ സംരംഭം തുടങ്ങാൻ ആവശ്യമായ ലൈസൻസുകൾ, രജിസ്ട്രേഷനുകൾ, വ്യവസായ വകുപ്പിൽ നിന്നുള്ള സബ്സിഡികൾ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ, വിജയിച്ച സംരംഭകരുടെ അനുഭവം പങ്കിടൽ തുടങ്ങിയവ ഉള്ളടക്കമാണ്. താൽപര്യമുള്ളവർ ജനുവരി 25-ന് മുമ്പ് രജിസ്റ്റർ ചെയ്യണം. ശില്പശാല സൗജന്യമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന 50 പേർക്ക് മാത്രമേ അവസരമുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 799-490-3058 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഭാവഗായകൻ P. ജയചന്ദ്രൻ അവസാനമായി പാടിയ യുഗ്മഗാനം തൃശൂരിൽ പ്രകാശനം ചെയ്തു. തൃശൂർ പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. സിനി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ അധ്യക്ഷത വഹിച്ചു. ഇന്ദുലേഖ വാര്യർ, മധുസൂദനൻ, മറ്റ് അണിയറ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ MG റോഡിൽ പോട്ടയിൽ ലൈൻ ആരാധന വീട്ടിൽ സദാശിവൻ നായർ ഭാര്യ ശാന്തകുമാരിയമ്മ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ. മക്കൾ മിനി, പരേതനായ മനോജ്, മരുമകൻ പരേതനായ സതീഷ്. പ്രധാന വാർത്തകൾ വീണ്ടും. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ MLAയും റവന്യൂ മന്ത്രിയുമായ K. രാജനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. കൊക്കക്കോളയ്ക്കെതിരെ സമരം ചെയ്തവർ സംസ്ഥാനത്ത് മദ്യനിർമ്മാണശാല ഉണ്ടാക്കാൻ നേതൃത്വം നൽകുന്നുവെന്ന് VK ശ്രീകണ്ഠൻ MP. ആന എഴുന്നള്ളിപ്പ് വിഷയത്തിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കുള്ള സ്റ്റേ നീക്കാതെ സുപ്രീം കോടതി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോടുള്ള LDF സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.